മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വേദനയോടെ നേരിട്ട അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ പരിഭ്രാന്തിയോടെ നേരിട്ട കോവിഡ് ദുരന്തം മരീസ്ഥാനത്തിലെത്തി. ഗവൺമെൻറ് മരീസ്ഥാനത്തിൻ്റെ കൺട്രോൾസ് ആരോഗ്യവകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ മരണപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവശതയായി കിടക്കുന്ന ആളുകളെ കൃത്യമായി പരിപാലിക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ നമുക്കിവിടെ കുറേ വർഷങ്ങളായി രാജ്യം നടത്തിയാണ് കമ്പനി നമ്മുടെ കാഴ്ചകളും ഓണാഘോഷ പരിപാടികൾ ഇതുപോലെ ഇവിടെ നടത്തി കൊണ്ടിരുന്നു. കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഓണാഘോഷ പരിപാടി നടത്താൻ സാധിച്ചില്ല. അപ്പം അതിൻ്റേതായ ഒരു പ്രയാസം ഒരു ദിവസം ഇവിടെ വന്നു. ആവശ്യമായിട്ട് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ സന്തോഷം എന്നാൽ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്താ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ഐഡിയ പറഞ്ഞു. നമുക്കൊരു പൈലേറ്റീവ് കെയർ അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ, അത് ടിക്കറ്റും ബില്ലിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു ആശുപത്രി ചെറുതായിട്ട് അങ്ങനെയുള്ള അഡ്മിഷൻ ഫീസ് എടുക്കാതെ ഡിസ്ചാർജ് ചെയ്ത് ബില്ല് കൊടുക്കാത്ത ഒരു ഹോസ്പിറ്റൽ. അതിന് വേണ്ടിയിട്ട് 2007 ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ അതിനെ തറക്കല്ലിട്ടതാണ്. 2007 അത് പൂർത്തീകരിക്കപ്പെടാൻ 15 വർഷങ്ങൾ വേണ്ടി വന്നു. അതിനൊരാളെ പേര് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ മുമ്പ് അവിടെ ലോസ് ഓഫ് സ്പേസ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. വീണ്ടും നമ്മളൊരു നിലവിടെ പണിയാനായിട്ട് ആഗ്രഹിച്ചു. അതും RMC തന്നെ അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. വളരെയേറെ സന്തോഷത്തോടെയാണ് ട്രെയിനിങ് പരിപാടി പങ്കെടുക്കുന്നത്. ഇതൊരു ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം നീതിയുടെയും ദയയുടെയും കരുണയുടെയും സന്ദേശമാണ്. പങ്കുവെക്കലിൻ്റെയും ഒത്തുചേരലിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. കരുണയുടെയും അനുകമ്പയുടെയും ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന്റെ സന്ദേശമായി മാത്രം നിന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഈ സന്ദേശം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ശ്രീ സന്തോഷ് പ്രാവർത്തികമാക്കിയതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ മരിയ സദനം. 570 ആളുകളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് താങ്ങ് നൽകാൻ നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവർഷത്തിൻ്റെയും ആശംസകൾ നടത്തുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു പൊതുചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മൾ കാണുന്നുണ്ട്, യേശു ദൈവം മനുഷ്യനായി പറഞ്ഞപ്പോൾ കണ്ടത് വെള്ളക്കച്ചയുടെ ഉള്ളിലാണ്. അന്നു മുതൽ ലോകം പഠിപ്പിച്ചു, സഭ പഠിപ്പിച്ചു, ദൈവം പഠിപ്പിച്ചു. വെള്ളക്കച്ചയിൽ പൊതുജനനെ കാണുന്നവരാണ് ക്രിസ്തുവിനെ കാണുന്നത്. മരീസമൻ അങ്ങനെ വെള്ളക്കച്ചയിൽ പുതിയപ്പെട്ടവർക്കുള്ള ഒരു അഭയ സ്ഥാനമായി നിലനിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരാൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ കരുണയുള്ള ക്രിസ്തു ഈ ആരായി പറഞ്ഞു. ഒരാൾ ശാന്തമായി ക്ഷമയോടെ വർത്താനം പറയുമ്പോൾ ശാന്തശീലനായ ക്രിസ്തു നമുക്കിടയിൽ പറഞ്ഞു. ഒരാൾ നല്ല പരസ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ സ്നേഹമായ ദൈവം മനുഷ്യനായി പിറന്നു. ദൈവത്തിൻ്റെ സ്നേഹം മാംസം ധരിക്കുകയാണ് ജീവകാരുണ്യ പ്രവൃത്തി, പ്രത്യേകിച്ച് മരിയ സദനം എന്ന ഈ സ്ഥാപനത്തിലൂടെ ഇത്രയും പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതും സഹായികളും വിളിയായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഉൾക്കൊണ്ട് തന്നെ ഉന്നയിച്ചു നമ്മുടെ ജീവിത വഴികളിൽ പ്രകാശമായി നമ്മുടെ കാര്യം പിടിച്ച് നടത്തത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണല്ലോ. എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒത്തുചേരാൻ ഉള്ളൊരവസരമാണ് ക്രിസ്മസ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ഏവർക്കും നേരുകയാണ്. ഞാനിവിടെ നിൽക്കാനൊരു കാരണമുണ്ട്, എന്നെ ഇത് ഏൽപ്പിക്കാനൊരു കാരണമുണ്ട്. 2013 ജനുവരി 31 ഉച്ചയ്ക്ക് 1 മണിക്ക് കട്ടപ്പന വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എന്തായാലും ദൈവം കരുണ കാണിച്ചു എന്നോടും എൻ്റെ ഫാമിലിയോടും. പൂർണ്ണ ആരോഗ്യവാനായിട്ട് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അന്ന് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു ബോധ്യം എൻ്റെ തലയിൽ
പൂർണ്ണമായിട്ടും ചേർന്ന് കിട്ടിയത് അന്നാണ്. അന്ന് മുതൽ ഞാൻ ഈ മര്യസദനമായിട്ട് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പല കാര്യങ്ങൾക്കും ഇവിടെ വന്നു. ഞങ്ങൾ പല ഡിസ്കഷനും നടത്തി, പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ ഒരു ഉപകരണമാക്കി എടുത്തു എന്ന് മാത്രമേ എനിക്ക് അവകാശവാദമുള്ളൂ. അറിഞ്ഞ് സഹായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ലാത്തവരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് പ്രാർത്ഥനാ സഹായം കൊടുക്കാം. അതുപോലെ തന്നെ സേവന സഹായവും ഈ മര്യസദനത്തിന് കൊടുക്കാൻ സാധിക്കും. ഞാൻ തുടക്കം മുതൽ സന്തോഷം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ എല്ലാവരും ചുമതല ഈ സന്തോഷിൻ്റെ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. 500 പേരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചുമതലയാണ്. ഇവിടെയുള്ള എല്ലാവരും, മലയാളികളുടെ എല്ലാവരും അതുപോലെ സഹകരിക്കുന്നവരാണ്. നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ ചികിത്സയും പുനരധിവാസ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷെ അവരുടെ ദൈനംദിന ചെലവ് നോക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായി പിന്തുണക്കേണ്ട കാര്യമുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് 2024 ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. മര്യസദനത്തിൽ ഇങ്ങനൊരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മര്യസദനത്തിൽ ആരോരുമില്ലാത്ത, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഏതാണ്ട് 500-ലധികം ആളുകളോടൊപ്പം, അവരെ സംരക്ഷിക്കുന്ന സംരക്ഷകരോടൊപ്പം ഇവിടെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ മര്യസദനം പാലായെ സംബന്ധിച്ചിടത്തോളം പാലായുടെ ഏറ്റവും അഭിമാനമായ ഒരു സ്ഥാപനമാണ് മര്യസദനം. കൂടുതൽ ആൾക്കാരും നമ്മുടെ രാജ്യത്ത് കണ്ടക്ട് ചെയ്ത ക്രിസ്മസ് സെലിബ്രേഷന് ക്ഷണിക്കപ്പെട്ടു വന്നതാണ്. അപ്പം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, സമൂഹത്തിൻ്റെ വ്യാപാര മേഖലയിലും പൊതുരംഗത്തുമൊക്കെ നിൽക്കുന്ന ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പം രാജ്യമാറ്റി ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നവർക്ക് അത് പറയുമ്പോൾ ആധികാരികതയുണ്ട്. കാരണം സ്നേഹത്തിൻ്റെ കാര്യം പുത്തമ്പലച്ചൻ പറഞ്ഞു, അതുപോലെ തന്നെ കരുതലിൻ്റെ കാര്യം രാജി പറഞ്ഞു. ഒത്തിരി സന്തോഷം. ഇതിന് മെനക്കെട്ട ഇവിടെ രാജ്യമാറ്റി സാറിനും ഇതിൽ പങ്കെടുക്കാൻ ക്ഷണ സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഇതൊരു നല്ല വിജയമാകട്ടെ. ഇതുവഴി മര്യസദനത്തിന് കൂടുതൽ ധൈര്യവും എല്ലാ ശേഷിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. മര്യസദനുമായി പരിചയമുള്ള എല്ലാവർക്കും അറിയാം, അന്നന്ന് വേണ്ടുന്ന ആഹാരം അത് ഇന്ന് വരെ മര്യസദനത്തിൽ മുടങ്ങിയിട്ടില്ല. ചിലപ്പോൾ അരിയില്ലാത്ത അവസ്ഥ വരും, വെള്ളം തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും എവിടെ നിന്ന് ഒരു ചാക്ക് അരിയുമായിട്ട് ഇവിടെ എത്തിയിരിക്കും. അങ്ങനെ അന്നന്ന് വേണ്ടുന്ന മര്യസദനത്തിൻ്റെ ആഹാരം വയറിന് വേണ്ടുന്ന ഭക്ഷണം മാത്രമല്ല, മരുന്ന് മാത്രമല്ല, അത് മനസ്സിൻ്റെ സന്തോഷമാണ്, ഹൃദയത്തിൽ കിട്ടേണ്ട സ്നേഹമാണ്, ആത്മാവിന് കിട്ടേണ്ട ഉണർവാണ്. ഇങ്ങനെയൊരു സ്ഥലമുണ്ടെങ്കിൽ അതൊന്ന് കാണണം, ഞങ്ങൾക്ക് പങ്കെടുക്കണം, ഞങ്ങൾക്ക് ഇതിനൊരു പങ്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് ഇന്ന് ക്രിസ്മസ് ചിയേഴ്സ് 2024. മര്യസദനത്തിന് നാവായി മാറുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അവിടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, മര്യസദനത്തിലെ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും കുട്ടികൾക്കും മക്കൾക്കും നടത്തിപ്പാർക്ക് സ്റ്റാഫുകൾ ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തട്ടെ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. മര്യസദനമായിട്ട് സന്തോഷമായിട്ട് ഒരു 6-7 വർഷമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ട്. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഞാൻ ഒരു രീതിയിൽ മാത്രമേ സഹായിക്കുന്നുള്ളൂ, എന്ന് വെച്ചാൽ ധനസഹായമായിട്ട്. പല രീതിയിലും സന്തോഷിന് സഹായം ആവശ്യമുണ്ട്. മെഡിക്കൽ സഹായം, ലീഗൽ അഫയേഴ്സ്, ഫൈനാൻഷ്യൽ അഫയേഴ്സ്, പല രീതിയിലും സഹായം വേണം, സർവീസസ് വേണം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഉള്ളി ഇപ്പോൾ ഫോർ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് രാജീവ് മാത്യുവിനെ പോലെ ഒരു സംബഡി ഹാസ് ടു ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. നമുക്ക് ധനസഹായം ചെയ്യാൻ പറ്റുന്നവരെല്ലാം കൂടെ ഒന്ന്
ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു സാധനത്തിന് എന്തോരം ഫണ്ട് വേണം, അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് എന്തോരം കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബിസിനസ്സിന് ഏറ്റവും കുറവുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേബറാണ്. ഇപ്പോൾ ഇതുപോലെ ഇവർക്കിപ്പോൾ 575 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ ഇച്ചിരി അത്യാവശ്യം ഒരു പണി നമ്മൾ അവരെ കൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം സിമ്പിൾ കാര്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, ഫുഡ് എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫുഡ് എക്സ്പോർട്ടേഴ്സിനൊക്കെ വേണ്ടി ഫുഡ് അരിഞ്ഞു കൊടുക്കുമോ ഇല്ലേ? അതൊക്കെ നിസ്സാര ചെറിയ പണികളാണ്. ഇവരെ കൊണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ഇവർക്കപ്പോൾ ഒരു ഡെയിലി ഒരു വേജും കിട്ടും. ഇപ്പോൾ ഒരു വലിയൊരു പ്രസ്ഥാനം മാതിരി ഇവർക്ക് ഈ ലേബറിനെ അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യം വരുമല്ലോ. ആ ഒരു സജഷനാണ് ഞങ്ങൾ മുന്നോട്ട്. ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ മകൻ പാലായിലെ ഡോക്ടറാണ്, വേണമെങ്കിൽ അവരുടെ സൈക്കോളജിസ്റ്റ് അല്ല, സർജനാണ്. അങ്ങനെ ഒരു കാരണം ഹോസ്പിറ്റലിലെ സർജനാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കെയറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവനെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. വളരെ കുറവുള്ള സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല കാര്യങ്ങളാണ് ചെയ്യാം. കുറച്ച് പേർക്ക് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ തലവേദന ഡി അഡിക്ഷനാണ്. അപ്പോൾ ചെറിയ റിക്കവർ ചെയ്ത ആളുകൾക്ക് മാറ്റി ഒരു ഇതുപോലെ മുമ്പ് പറഞ്ഞല്ലോ, കാരണം ഒരു ഏതെങ്കിലും കമ്പനിയായിട്ട് ചേർന്നിട്ട് അവരോടൊരു പാർട്ട്ണർഷിപ്പിൽ തന്നെ പോകാം. അവരുടെ ലേബേഴ്സിനെ സപ്ലൈ ചെയ്തുകൊണ്ട് സാധനങ്ങൾ കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ നിർത്തുന്നത് 1 വർഷമോ 2 വർഷമൊക്കെ. അപ്പോൾ അങ്ങനെ ഇവരുടെ ആരോഗ്യം പറഞ്ഞല്ലാതെ അവരെ കൊണ്ട് എന്തെങ്കിലും നല്ല ജോലികൾ ചെയ്യിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാം. അപ്പോൾ അവിടെ ബിൽഡിംഗ് വെക്കുമ്പോൾ നമ്മൾ ആ പോർഷനിൽ ഏത് കമ്പനിയാണോ അല്ല ആരാണോ ചെയ്യുന്നത് അവരുമായിട്ട് വേണമെങ്കിൽ CSR ഉള്ളവരാണ് അവരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ. റിസ്ക് പരിപാടി നമുക്ക് ചെയ്യാം, അവരുടെ നോട്ടം പരിപാടികൾ. 1.5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ നമുക്കൊരു നല്ല പ്ലാനിങ്ങോടുകൂടി നല്ലൊരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ പണിയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ നല്ല രീതിയിലുള്ള അതിൻ്റെ ഓരോ പോർഷൻ അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയാൽ ഞങ്ങൾ അതിന് ഇത്ര രൂപ മുടക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നില അല്ലെങ്കിൽ ഒരു പ്രത്യേക വിങ്ങം അല്ലെങ്കിൽ പ്രത്യേക മുറി അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫൈനലാക്കാൻ പറ്റും. അതിനുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി അത് ഏതെങ്കിലും രീതിയിലുള്ള ഫണ്ടുകൾ സംഘടിപ്പിക്കാൻ പറ്റുന്നവർ, കൊടുക്കാൻ പറ്റുന്നവർ, മറ്റുള്ള എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർ, അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒരു ബിൽഡിങ്ങിൽ ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ഈ പാർട്ട് ടൈം വർക്കുകളൊക്കെ കൊടുത്ത് അവർക്ക് പീസ് വർക്കുകളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് വേണം, അല്ലേ? സ്പേസ് ഒരു പ്രധാന കാര്യം. അതിനെ നോക്കുന്ന ചുമതല പരിസരം ചെയ്യും. ട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ പാസ്റ്റ് 8 years ആയിട്ട് നിയർലി 1000 ഡയാലിസിസ് കിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ സഹായിക്കാൻ ആൾക്കാർ വരും. മര്യാദാനത്തിന് തുടർച്ചയായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെയുള്ളവർക്ക് ഒരു തൊഴിൽ കണ്ടെത്താനുള്ള ബുദ്ധി അവർക്കത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന് പറ്റുന്നവർ പാലായിൽ 1 അല്ല 9 അല്ല അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ അവർ മനസ്സ് വെക്കണം. ആ മനസ്സ് വെക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. കലണ്ടർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. കലണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പേരൻസോ ആരെങ്കിലും ഒക്കെ മരിക്കുന്ന ഒരു ദിവസം നമ്മൾ ആ ഒരു ദിവസത്തെ ഫുള്ളിൽ വേണമെന്നില്ല, ഫുഡ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ തുകയാണ്. നമുക്കൊരു ഹാഫ് ഡേ ആയിട്ടെങ്കിലും ഫുഡ് സ്പോൺസർ ചെയ്യാം. ഇപ്പോൾ പരിഹാസത്തിൽ വലിയൊരു പ്രശ്നം വന്നിരിക്കുന്നതിനാണെന്ന് വെച്ചാൽ സിബ്രിറ്റിയുടെ ഒരു സപ്പോർട്ട് കുറച്ച് നാൾ നിന്ന് പോകണം. 3 വർഷമായിട്ട് നമുക്ക് സ്റ്റാഫിൻ്റെ സാലറി കിട്ടിക്കൊണ്ടിരുന്നതാണ്, അതങ്ങ് നിൽക്കുകയാണ്. ഫുഡിന് നമ്മൾ ഉപയോഗിക്കുന്ന പൈസ സ്റ്റാഫിൻ്റെ സാലറി കൊടുത്ത് സ്റ്റാഫിൻ്റെ സാലറി നമുക്ക് ഒരു കാരണവശാലും കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം നല്ല സ്റ്റാഫ് ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വളരെ മോശമായിരിക്കും. CSR കൊടുക്കുന്ന 200 കമ്പനികൾ കേരളത്തിലുള്ളതായിട്ടൊരു ലിസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കമ്പനികളുമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളോ ഏതെങ്കിലും വലിയ കമ്പനികളുമായിട്ട് ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കും കൂടെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ആപ്ലിക്കേഷൻ അയക്കുക. അപ്പോൾ അന്നേരം അത് നടക്കുകയുള്ളൂ, അതൊന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു മറ്റേ ആ ഒരു കഴിവ് അതിലൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ താലൂക്കിൽ അല്ലെങ്കിൽ ഈ 2-3 താലൂക്കുകളിലായിട്ട് കുറേ എക്സ്പോർട്ടിങ് കമ്പനികളുണ്ട്. അവിടെ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമില്ലാത്തടത്ത് ഇവിടെ നമ്മുടെ ഈ മര്യാദാനത്തിന് മാൻ പവർ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മാൻ പവർ അവരെ നമുക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ ചെറിയൊരു വരുമാനം അവിടെ കിട്ടും. നമ്മുടെ ഇവിടെ കോട്ടയം ജില്ലയിലും കുറേ കമ്പനികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ CSR ഫണ്ടുകളുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഫണ്ടുകൾ ചെലവഴിക്കാൻ ഇവിടെ തന്നെ ചെലവഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായെങ്കിൽ അവരെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ
അതിങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. റിലയൻസിൻ്റെ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള CEO ഓൾ ഇന്ത്യ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. CSR ഫണ്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും റവന്യൂ ജനറേഷനുള്ള എന്തെങ്കിലും ഐഡിയയുടെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. കാരണം സന്തോഷം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ആരോഗ്യമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ബാക്കി ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ എന്തെങ്കിലുമൊക്കെ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്ക് ജോലി ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ടും സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ വരും. പല കോർപ്പറേറ്റുകളുടെയും CSR ഫണ്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. എലിജിബിൾ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. ആ മനസ്സിലാകുന്ന രീതിയിലുള്ള പേപ്പർ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ സഹകരിച്ച് അവരുടെ മുമ്പിൽ ചെറിയ തുകകൾ പോലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മാസം 100 രൂപ തരാൻ പറ്റുന്നവരും മരിസനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അതിന് കൂടുതൽ 50,000 1 ലക്ഷം കൊടുക്കാൻ പറ്റുന്നവരും ഡെഫിനറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും മരിസദനത്തിന്റെ റണ്ണിങ്ങിൽ പാർട്ടിസിപ്പേഷൻ ഉള്ള രീതിയിൽ കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ബെറ്റർമെന്റ് ഓഫ് മരിസദനത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ആൾക്കാരുടെ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് അത് മുമ്പോട്ട് കൂടി തീരുമാനിക്കാൻ പറ്റും.